ആ വിശ്വാസം സർക്കാർ. സമരം നടത്തുന്ന ആശാവർക്കർമാരുമായുള്ള ചർച്ച പരാജയപ്പെട്ടു. ചർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് വിശദീകരിക്കുകയാണ്. അനുഭാവപൂർണമായി ഈ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കാം, അല്ലെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് പറയുമ്പോഴും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു ഉറപ്പ് കൊടുത്തിട്ടില്ല. എത്ര രൂപ വർദ്ധിപ്പിക്കാം, ഓണറേറിയം എത്ര തുകയായി ഉയർത്താം എന്നത് സംബന്ധിച്ച് വിഷയങ്ങളിൽ വ്യക്തതയില്ല എന്ന് തന്നെ വേണം ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം ആദ്യം സമരം അവസാനിപ്പിക്കൂ, അതിനുശേഷം ചർച്ച ചെയ്യാം. 7,000 രൂപ എന്നത് 21,000 രൂപയാക്കി ഉയർത്തുക എന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിലെ ന്യായമായ ആവശ്യമാണോ എന്ന് മന്ത്രി ചോദിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും എത്ര സർക്കാരിന് ഉയർത്താം, എത്ര വരെ പോകാം എന്നത് സംബന്ധിച്ച് മന്ത്രി മാധ്യമങ്ങളോടും ഒന്നും പറയുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ സമരപ്പന്തലിൽ നിന്ന് ഡാനും ചേരുന്നുണ്ട്. ഡാൻ, മന്ത്രിയുടെ വാക്കുകളിലും ഇതെല്ലാം പരിഹരിക്കാം, അല്ലെങ്കിൽ ചർച്ച ചെയ്യാം, എല്ലാവരും ഒരുമിച്ചിരിക്കാം എന്നതിനപ്പുറത്ത് എവിടം വരെ സർക്കാരിന് പോകാൻ പറ്റും, എത്ര രൂപ വരെ ഉയർത്തി നൽകാൻ പറ്റും, ഇതിലൊന്നും മന്ത്രിയും ഒരു വ്യക്തതയും വരുത്തുന്നതായി ഇത്രയും സമയം നീണ്ട വാർത്താ സമ്മേളനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്താണ് ഈ സമരക്കാർ ഇപ്പോൾ പറയുന്നത്? അഭിലാഷ, പേരിനൊരു ചർച്ച മാത്രമാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ആശാ വർക്കർമാർ ഈ സമരം 3ാം ഘട്ടത്തിലേക്ക് അതുമായി മുമ്പോട്ട് പോവുകയാണെന്ന് ഇപ്പോൾ ഈ സമരവേദിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 11 മണിക്കായിരിക്കും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന നേതാവ് കൂടിയായ MA ബിന്ദു ഉൾപ്പെടെ 3 പേർ ഇവിടെ നിരാഹാരം ആരംഭിക്കുക. ഓരോ ദിവസം നിരാഹാരം കിടക്കുന്നവരുടെ എണ്ണം കൂടി വരും. അത്തരത്തിലാണ് അവർ ഈ സമരം അതുമായി ബന്ധപ്പെട്ട ഒരു സംഘാടനമൊക്കെ നടത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആദ്യഘട്ടത്തിൽ 3 പേരായിരിക്കും സമരത്തിൽ പങ്കെടുക്കുക. തുടർന്ന് അങ്ങോട്ടുള്ള പ്രതിഷേധം ഏത് തരത്തിലായിരിക്കും മുമ്പോട്ട് കൊണ്ടുപോകുക? നാളെ 3 പേർ, തുടർന്ന് ഓരോ ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ, അങ്ങനെയായിരിക്കുമോ? തീർച്ചയായും നമ്മൾ നാളത്തേക്ക് 3 പേരെ നിശ്ചയിച്ചിട്ടുണ്ട്. 50-ലേറെ ആശമാര് നിരാഹാരത്തിന് വേണ്ടി പേര് തന്നിട്ടുണ്ട്. നറുക്കിട്ടെടുക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത്. ഒരാൾ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വന്ന് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത ആൾ നിരാഹാരത്തിലേക്ക് പ്രവേശിക്കും. ഞങ്ങൾ വെച്ച ഡിമാൻഡുകളിൽ നിന്ന് 1 ഇഞ്ച് പോലും ഇനി പിന്നോട്ടില്ല. കാരണം അവർ മന്ത്രിസഭ കൂടി തീരുമാനിക്കട്ടെ. ഇത് 2 വട്ടം വിളിച്ച് ഞങ്ങളെ ആക്ഷേപിച്ച് അയക്കും പോലെ ആയിപ്പോയത്. ആക്ഷേപിക്കാൻ ശ്രമിച്ചത് ആരാണ്? അല്ല, അവര് ഇങ്ങനെ എന്തോ പറയുമല്ല, പുഞ്ചിരി കൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ആശാമാരാണ്, സ്വന്തമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡിമാൻഡുകളാണ് അംഗീകരിക്കേണ്ടത്. അതിൽ ഒന്നുപോലും അംഗീകരിക്കാൻ അവർ തയ്യാറല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? അവര് നിങ്ങളെ ഒരു ഒത്തുതീർപ്പിന് തയ്യാറാണ് എന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു സൂചന നിങ്ങൾ നൽകിയോ? ഞങ്ങൾ സൂചന കൊടുത്തു. അവർക്ക് ഇത്രയും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി റോസമ്മ ചേച്ചി ചോദിച്ചു, എന്നാ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ചിരിച്ചോണ്ട് നിന്നതല്ലാതെ ആരോഗ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, മാഡം ഒരു കാര്യം ചെയ്യണം, ആരോഗ്യമന്ത്രിയും ധനമന്ത്രിയും മുഖ്യമന്ത്രിയും കൂടി ആലോചിച്ച് മന്ത്രിസഭ തീരുമാനം എടുത്തിട്ട് ഇനി ഞങ്ങളെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ചർച്ച നടക്കുമെന്ന് കരുതുന്നുണ്ടോ നിങ്ങൾ? ഇനി നടക്കണം. പിന്നെ ഞങ്ങൾ എന്തിനാ 38 ദിവസം ഇവിടെ മഴയും കൊണ്ട് വെയിലും കൊണ്ട് ഇവിടെ ഇത്രയും അമ്മമാര് കഷ്ടപ്പെട്ട് ഞങ്ങൾ 2 മാസത്തെ വേതനം പോലും ഞങ്ങൾക്ക് ജോലിക്ക് പോലും തരാത്ത രീതിയിൽ, അതായത് ഫെബ്രുവരി 10 ഞങ്ങള് സമരം പ്രഖ്യാപിക്കുന്നു, രാപ്പകൽ സമരം. 9-ാം തീയതി വരെ ഞങ്ങൾ എല്ലാവർക്കും ചെയ്തതാണ്. അതിനുള്ള പൈസ പോലും ഞങ്ങൾക്ക് കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഞങ്ങൾ എങ്ങനെ പ്രതികരിക്കണം? അപ്പൊ ഇത് ശക്തമായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും 1 ഇഞ്ച് പിന്നോട്ടില്ല. മരിക്കാൻ വരെ തയ്യാറായിട്ടാണല്ലോ നിരാഹാരം കിടക്കേണ്ടി വരുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അഭിലാഷ് അവരുടെ പ്രതികരണം. വലിയൊരു സമരത്തിന്, അതായത് ആദ്യഘട്ടത്തിൽ അവർ ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിൽ കുത്തിയിരുന്നു കൊണ്ടാണ് പ്രതിഷേധിച്ചതെങ്കിൽ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ടുള്ള, സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ടുള്ള 2ാം ഘട്ട സമരത്തിലേക്ക് കടന്നു. തുടർന്ന് അവിടെ വെച്ച് തന്നെയാണ് 3ാം ഘട്ടത്തിൽ ഈ നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ട് സമരം കൂടുതൽ കടുപ്പിക്കുകയാണ് എന്ന സൂചന കഴിഞ്ഞ ദിവസം നൽകിയത്. അതിനിടയിലാണ് NHM ഡയറക്ടറും അതോടൊപ്പം ആരോഗ്യമന്ത്രിയും രാവിലെയും ഉച്ച കഴിഞ്ഞുമായി ആശാ വർക്കർമാരെ ചർച്ചയ്ക്ക് വിളിച്ചത്. പക്ഷേ 2 ഘട്ടങ്ങളിലായി നടന്ന ചർച്ചയിലും ഒരു തരത്തിലും ഒത്തുതീർപ്പിലേക്ക് നയിക്കുന്ന ഒരു തീരുമാനങ്ങളോ സൂചനകളോ ഇല്ലാതെ വന്ന പശ്ചാത്തലത്തിലാണ് സമരവുമായി മുമ്പോട്ട് പോകാനുള്ള ആശാ വർക്കർമാരുടെ തീരുമാനം. അങ്ങനെയാണെങ്കിൽ ഈ ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി മറ്റ് സംഘടനകളിൽപ്പെട്ട ആശമാർ അടുത്ത ദിവസം സെക്രട്ടേറിയറ്റിലേക്ക് എത്തുമെന്നാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അറിയിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ എന്ത് യാഥാർത്ഥ്യമാകും സംഭവിക്കുക, അതിലെന്താകും ഇനി ഉണ്ടാകാൻ പോകുക, അതൊക്കെ വരും ദിവസങ്ങളിൽ മാത്രമേ കാണാൻ കഴിയൂ. നാളെ രാവിലെ 11 മണിക്കായിരിക്കും ഈ സമരവേദിയിൽ 3 ആശാ വർക്കർമാർ, അതിന്റെ സംസ്ഥാന തല നേതാവ് ഉൾപ്പെടെ നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ട് അനിശ്ചിതകാല സമരം ഘടിപ്പിക്കുക.
അഭിലാഷ്. സമരം ശക്തമാകുന്ന പശ്ചാത്തലത്തിലായിരുന്നു സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് വിളിപ്പിച്ചത്. പക്ഷേ ആരോഗ്യമന്ത്രിയുമായി നേരിട്ട് നടത്തിയ ചർച്ചയിലടക്കം ഒരു തീരുമാനവും ഉണ്ടായില്ല എന്നാണ് സമരക്കാർ പറയുന്നത്. ഇത്രയും തുക നൽകാൻ സാധിക്കില്ല, അതായത് 7,000 എന്നത് 21,000 ആക്കി ഉയർത്താനാവില്ല എന്ന നിലപാട് ആരോഗ്യമന്ത്രി സ്വീകരിക്കുമ്പോൾ പിന്നെ എത്ര വരെ ഉയർത്താമെന്ന ചോദ്യത്തിന് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് മറുപടി ഉണ്ടായില്ല. ഇനി മന്ത്രിസഭ തീരുമാനിച്ച് എത്ര രൂപ വരെ ഉയർത്താം എന്നതിലൊരു വ്യക്തത വരുത്തിയതിനു ശേഷം ചർച്ചയ്ക്ക് വിളിപ്പിച്ചാൽ മതി എന്നുള്ളതാണ് ആശാവർക്കർമാരുടെ നിലപാട്. നാളെ മുതൽ നിരാഹാര സമരം കൂടി അവർ ആരംഭിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാൻ കുര്യൻ നൽകിയത്.